തലശ്ശേരി നെട്ടറ ട്രെയിൻ കയറി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ഓട്ടോ പിടിച്ച് പോയത് പാരഗണിലേക്ക്. പാരഗണിൽ ഒരുപാട് കഴികൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മളൊരു ബാലുഷാഹിയും കേസരിയും അതുപോലെ ഒരു പരിച്ച പത്തിരിയും പറഞ്ഞു. അതിനുശേഷം മട്ടൻ സ്റ്റൂവും പാലപ്പവും എത്തി. അതൊക്കെ നല്ല മൃഷ്ടാനം ഭോജിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കാപ്പി കൂടി ഓർഡർ ചെയ്ത് അതും കൂടി കുടിച്ച് അടുത്ത് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. വലിയ പ്ലാനൊന്നും ഇല്ലാണ്ട് വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ലുലു മോളിലേക്ക് പോകുന്നു വിചാരിച്ചു. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് നേരെ ലുലു മോളിലേക്ക് വിട്ടു. ലുലു മോൾ ഒന്ന് കറങ്ങി കണ്ട് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയിട്ട് തായ്വാൻ ബബിൾ ടീ ട്രൈ ചെയ്തു. അത് കുഴിച്ച് പാമ്പീര വിഴുങ്ങിയ പോലെ ഒരു അരമണിക്കൂർ അവിടെ തന്നെ ഇരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് സൗത്ത് ബീച്ചിലുള്ള ഷാപ്പിലേക്ക് വിട്ടു. ഇതൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. ആദ്യം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് വന്നു. അതിനുശേഷം നമ്മൾ ഊണാണ് ഓർഡർ ചെയ്തത്. അത് കഴിച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചെമ്പല്ലി തവ ഫ്രൈ വന്നു. നല്ല അടിപൊളി പ്രസൻറ്റേഷനൊക്കെ ആയിരുന്നു. ഇതൊക്കെ കഴിച്ച് കഴിയാറാകുമ്പോഴേക്കും അവരൊരു പുതിയ ഡ്രിങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഗ്രാവിറ്റി ഡ്രിങ്ക്. എന്നാൽ പിന്നെ അതും ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞ്. ഇത് കാണാനൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ ബീച്ചിലേക്ക് വിട്ടു. എൻ്റെ പൊന്നെ ഒടുക്കത്തെ വെയിൽ കാരണം അവിടെ ഓട്ടോ പിടിച്ച് നേരെ SM സ്ട്രീറ്റിലേക്ക് വിട്ടു. അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് 6:15 ട്രെയിനിലേക്ക് കയറി. ട്രെയിൻ എടുത്തത് കൃത്യം 1 മണിക്കൂറിന് ശേഷം. നിന്ന് കാലൊക്കെ കുഴഞ്ഞ് വീഴാറായപ്പോൾ ഒന്നും നോക്കിയില്ല, അവിടെ നിലത്തങ്ങിയിരുന്നു. കുഴഞ്ഞ് വീഴുന്നതിനും ഭേദം അതാണല്ലോ എന്ന് ആലോചിച്ചു. എന്തായാലും തിരിച്ചുള്ള യാത്ര നല്ല ദുരിതപൂർണ്ണമായിരുന്നു. താങ്ക്സ് ടു ഇന്ത്യൻ റെയിൽവേ.